ഇനി പാലയിലേക്കാണ്. പാലായിലും ത്രികോണ മത്സരമാണ്. ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഷോൺ ജോർജും നേർക്കുനേറേറ്റുമുട്ടുകയാണ്. പ്രചാരണത്തിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ പാലായുടെ കാറ്റ് ആർക്കൊപ്പമെന്നറിയാൻ നെഞ്ചിടിപ്പ് ഏറുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ത്രികോണ മത്സരത്തിന്റെ കളമൊരുങ്ങിയിരിക്കുന്നു. നിശബ്ദ പ്രചരണങ്ങളും ഭവന സന്ദർശനങ്ങളും നടത്തി 3 സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ അംഗം കുറിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പാല ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണ കോലാഹലങ്ങളാണ് കാണാനായത്. ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തി. കെ എം മാണിക്ക് ശേഷം പാല നഷ്ടമായ കേരള കോൺഗ്രസിന് ഇത് അഭിമാന പോരാട്ടമാണ്. ഇത്തവണ കൂടി വിജയിച്ചില്ലെങ്കിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് അത് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചുള്ള കരുനീക്കങ്ങളാണ് ജോസും കൂട്ടരും നടത്തുന്നത്. പാല നമ്മൾ തിരിച്ചു പിടിക്കും, ഇടതുപക്ഷം തിരിച്ചു പിടിക്കും, പാലായുടെ സുവർണകാലം തിരിച്ചെടുക്കും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒരു വലിയൊരു മുന്നേറ്റം, ജനങ്ങളുടെ ആവേശകരമായ പ്രതികരണം കാണുന്നതാണ്. ൽ LDF-നൊപ്പം ചരിത്രം തിരുത്തിയ കാപ്പൻ ഇത്തവണയും UDF-നൊപ്പമാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. പാലക്കാർ നൽകിയ ഈ പിന്തുണയിൽ തന്നെയാണ് കാപ്പന്റെ ഇത്തവണത്തെയും പ്രതീക്ഷ. പാലായിലെ വോട്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. 244 കോടി രൂപയുടെ വികസനം മാത്രമേ ഈ തടസ്സപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ UDF അധികാരത്തിൽ വരികയും ഞാൻ അതിന്റെ ഭാഗമാകുകയും ചെയ്താൽ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പാലായി കൊണ്ടുവരും. പാലയെ ഇത്തവണ പ്രവചനാതീതമാക്കുന്നത് ഷോൺ ജോർജിന്റെ കടന്നുവരവാണ്. മലയോര മേഖലയിലടക്കം കരുത്ത് തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷോൺ ജോർജ്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നേരിടാൻ പാലാ നിയോജകമണ്ഡലം NDA സുസജ്ജമാണ്. ശക്തരാണ്. അവരവരുടെ പാർട്ടികളിൽ വലുതായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ NDA ആണ് ശക്തം. ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ഇവിടെ NDA ഉള്ളൂ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അട്ടിമറിയായിരിക്കും പാലായിൽ സംഭവിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നു. പാലാ നഗരസഭ നഷ്ടമായെങ്കിലും മോശമല്ലാത്ത പ്രകടനം കേരള കോൺഗ്രസ് എം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ BJP-ക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഇത്തവണ പാലായിൽ നിർണായകമാകും. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.